സിനിമാ സമരമൊക്കെ വരാൻ പോകുന്നു കേൾക്കുന്നുണ്ട്. എപ്പോഴും വാർത്തകളിലൊക്കെ അത് നിറഞ്ഞു നിൽക്കുകയാണ്. തിയേറ്ററുകൾ അടച്ചുപൂട്ടും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങളടക്കം ഒരുപാട് പേരുടെ തൊഴിലിനെയും അത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഈ ഒരു സമരം നല്ലതിനാണോ? സിനിമാ സമരം സമരമൊന്നും വരില്ലല്ലോ. ഇന്നലെ ഇപ്പോൾ അതിനൊരു തീരുമാനമായി. അത് സമരം വരുമെന്നല്ലല്ലോ അദ്ദേഹം പ്രഖ്യാപിച്ചത്. അതായത് അതിന് വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇനിയും 3-4 മാസങ്ങൾ ഇനി മുന്നോട്ടുണ്ട്. 3-4 മാസമുണ്ട്. അപ്പം സർക്കാരിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് വരേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഒരു ശ്രദ്ധ കിട്ടണം എന്നുള്ള ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് അസോസിയേഷൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരുടെയും ഒരു പിന്തുണയും, അല്ലാതെ സമരം വന്ന് സമരം എന്താ പറയുക എല്ലാവരെയും പ്രശ്നത്തിലാക്കുക എന്നുള്ളതല്ലല്ലോ ഒരു സംഘടനയുടെ ഉദ്ദേശം. അപ്പോൾ ഒരിക്കലും സമരം ഒന്നും വരില്ല. അതിനൊക്കെ മുന്നോട്ട് ഒരു പ്രമുഖ നിർമ്മാതാവ് എന്നുള്ള നിലയിൽ നിങ്ങളിപ്പോൾ ഈ ഒരു സമയത്ത് മുന്നോട്ട് വെക്കുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോഴും നീതി കിട്ടാത്ത ഒരു നിർമ്മാതാവിന് നീതി കിട്ടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിർമ്മാതാവിന് നീതി കിട്ടായിക്കോ അങ്ങനെയൊന്നുമില്ല. അതെല്ലാം എന്താ പറയുക, എല്ലാവരും കൂടി കൂട്ടായിട്ട് വരുന്ന ഒരു സംഭവമാണ് ഇതല്ല. ഒരു നിർമ്മാതാവിൻ്റെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നിർമ്മാതാവിന് മാത്രമുള്ള പ്രശ്നങ്ങളുണ്ട് അതിനകത്ത്. അത് കാലാനുകാല വർഷങ്ങളായിട്ട് ഒരുപാട് നിർമ്മാതാക്കൾ അനുഭവിച്ചു പോരുന്ന പ്രശ്നങ്ങളുണ്ട്. അതായത് ഒരു പ്രോജക്റ്റ് ഓണാക്കുക അതിനോട്ട് തുടങ്ങുന്ന പ്രശ്നങ്ങളുണ്ടല്ലോ. അത് പിന്നെ അത് ഇറങ്ങിക്കഴിഞ്ഞും അതിൻ്റെ ഒരു റിവ്യൂ വന്നു കഴിഞ്ഞും ഒക്കെ പ്രശ്നങ്ങളുണ്ട്. അത് എല്ലാം സഹിച്ചോണ്ട് പോകുന്ന നിർമ്മാതാക്കളാണ്. പണത്തിൻ്റെ ഒരു ഇഷ്യൂ വരും. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ബിസിനസ് നടക്കുന്നില്ല. ഇപ്പോൾ OTT എല്ലാം തള്ളാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് പ്രൊഡ്യൂസറുടെ മാത്രം പ്രശ്നങ്ങൾ പ്രൊഡ്യൂസറിൽ ഒതുങ്ങി പോകുന്ന സാധനങ്ങളുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം അസോസിയേഷൻ ഇടപെട്ട് പ്രൊഡ്യൂസേഴ്സിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നത്, പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ അതിന് എല്ലാവരും സപ്പോർട്ട് ചെയ്ത്, അല്ലാതെ ആരെയും അവിടെ എന്താ പറയുക അടിച്ചമർത്താനോ അല്ലെങ്കിൽ തൊഴിലില്ലാതാക്കാനോ അങ്ങനെയൊന്നും ശ്രമിക്കുമെന്ന് തോന്നുന്നില്ല. അമീർ ഖാൻ്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ സിനിമ വിജയിച്ചാൽ മാത്രമേ പ്രതിഫലം മേടിക്കാറുള്ളൂ എന്ന അമീർ ഖാൻ്റെ സ്റ്റേറ്റ്മെന്റ്. മലയാള സിനിമയിലെ ചില താരങ്ങളും ഇത് കണ്ടു പഠിക്കണം എന്നുള്ള രീതിയിൽ ആ വാർത്ത പ്രചരിക്കുന്നുണ്ട്. അത്തരത്തിലൊരു തീരുമാനത്തോടൊക്കെ എങ്ങനെയാ തോന്നുക പ്രൊഡ്യൂസർ? തീരുമാനം അത് അവർ തീരുമാനിക്കട്ടെ താരങ്ങൾ. ഞാനതിൽ എന്താ പറയുക, ഞാനിപ്പോൾ ഇവിടെ ഒരു ചെറിയ താരമായിട്ടും ഒരു പ്രൊഡ്യൂസറായിട്ടും നിൽക്കുവാണ്. അപ്പോൾ എനിക്ക് രണ്ട് സൈഡും രണ്ടുപേരെയും എനിക്ക് ആവശ്യമാണ്. ഞാൻ പ്രൊഡ്യൂസറെ ഒരിക്കലും തള്ളി പറയില്ല, താരങ്ങളെയും ഞാൻ തള്ളി പറയില്ല. ഓരോ താരങ്ങളും തീരുമാനിക്കട്ടെ എല്ലാം കണ്ടിട്ട്. അമീർ ഖാൻ്റെ തീരുമാനത്തോട് യോജിക്കുന്നുണ്ടോ? അദ്ദേഹം എടുത്ത തീരുമാനം വളരെ നല്ലതാണ്. പക്ഷേ എല്ലാ താരങ്ങളും അങ്ങനെ തീരുമാനം എടുക്കാൻ പോയത് പറ്റും? എല്ലാ താരങ്ങളും അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ താരങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റാതെ വരും. ശരിയല്ലേ? അപ്പോൾ ഇത് എല്ലാവരെയും ബാധിക്കുന്ന സാധനങ്ങളാണ്. ഞാൻ പറയില്ല താരങ്ങൾ തെറ്റാണ് പറയുന്നത്, പ്രൊഡ്യൂസേഴ്സ് തെറ്റാണ് പറയുന്നത്, അല്ലെങ്കിൽ എക്സിബിറ്റേഴ്സ് തെറ്റാണ് പറയുന്നത്. അങ്ങനെയൊന്നും ഇല്ല. എല്ലാവരിലും ശരിയുമുണ്ട്, എല്ലാവരിലും തെറ്റുമുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്നിച്ചു പോയി തീരുമാനിച്ച് ആ ഒരു ഇൻഡസ്ട്രീനെ നിലനിർത്തിക്കൊണ്ട് എല്ലാവർക്കും തൊഴിൽ വാഗ്ദാനം ചെയ്ത് പ്രൊഡ്യൂസേഴ്സും ഹാപ്പി ആവണം, താരങ്ങളെ